എന്താണ് വേണ്ടേ? കിനാവ് വേണ്ട. ഇവിടെ ആരുമില്ലേ? ഇവിടെ വന്നു നോക്കണ ആരാണെന്ന് അപ്പോൾ അറിയാം. നിങ്ങൾ പണിക്കർക്ക് ഭാര്യയാണോ? എന്നത് ഭർത്താരത്തിലെ ഒരു ചേല് കേട്ടാ. നമുക്ക് ചേലല്ല വേണ്ട, പണിക്കർ മതി. ഇപ്പോൾ വേണം. ഇവിടെ ഉണ്ടോ പണിക്കര്? ഇവിടെ പണിക്കരുമില്ല, പണിക്കെത്തിയില്ല. പിന്നെ എവിടെ പോയി സത്തോ പണ്ടാറാം? മുറ്റത്തേക്ക് നീ വേണ്ടാതിനും പറയരുത് കേട്ടാ. നോക്ക്, നിങ്ങൾക്ക് വർത്താനം കൊടുക്കാൻ നമ്മൾ വന്നിട്ടില്ല. പണിക്കർ വരട്ടെ. അല്ല, ഇതാരാ വന്നിരിക്കുന്നത്? പണിക്കരെ ഇപ്പോൾ അങ്ങനെ ആയോ? പണിക്കരെ എന്താ വിശേഷം? വിശേഷമോ? ഇപ്പോൾ നല്ല ബെയിലാണ്. ബെയിൽ മനസ്സിലായോ? മനസ്സിലായില്ല. ആ, ബുദ്ധി വേണം, ബുദ്ധി വേണം. ബെയിലെന്ന് പറഞ്ഞാലേ നമ്മുടെ ഗുഡ എവിടെ? ഗുഡ ഗുഡ. ഇപ്പോൾ മനസ്സിലായോ? കൊടയോ? ഏത് കൊട? നോക്ക്, വർത്തമാനം പറയരുത്. ഏത് കുടയുടെ കാര്യമാ താനീ പറയുന്നേ? ദേ, നുണ പറഞ്ഞാൽ നാക്കാ കരിഞ്ഞു പോവും. നിങ്ങൾ നമ്മളോട് കുട വാങ്ങിച്ചില്ലേ? അതിവിടെ കേൾക്കാൻ പറഞ്ഞ പോരെ. കിടന്ന് ഒച്ച ഉണ്ടാക്കുന്ന എന്തിനാ? ഒന്ന് പയ്യെ പറ. എന്തിനാണ് പയ്യെ പറയണത്? നമ്മൾ ആരുടെയും മോട്ടിച്ചിട്ടില്ല. നമ്മൾ ഒച്ചത്തിൽ തന്നെ പറയും. കുട എവിടെ പണിക്കരെ? ഓ, പട പണ്ടാരം. അയാളും ഉണ്ടായിട്ട് ഒരു പഴഞ്ചം കൊടയും ഉണ്ട്. സമ്മതിച്ചല്ലോ. പഴഞ്ചം കുടയല്ലേ, ഇങ്ങോട്ട് കൊടുക്കൂ. അത് ഞാൻ കണ്ട് വലിച്ചെറിഞ്ഞു. കൈ കൊണ്ടിടുന്ന നാറിയില്ല. നേര് പറ പണിക്കരെ, നിങ്ങൾ ആ സാക്കാറിന് കൊണ്ട് വിറ്റില്ലേ? ആ, വിറ്റു. എന്നാലെന്താ? നിങ്ങൾ 2 രൂപയ്ക്കല്ലോടോ വിറ്റത്? അതിനിപ്പോ എന്താ വേണം? ആ, 2 രൂപയ്ക്ക് നിങ്ങൾ വയറ് നിറച്ച് കാപ്പി മേടിച്ച് തിന്നില്ലടോ? കണക്കായി പോയി. എനിക്കത് കേട്ടാൽ മതി. പണിക്കരെ, ഒന്നുകൂടെ പറയൂ. നമ്മുടെ കയ്യിൽ നിന്ന് നിങ്ങൾ കുട വാങ്ങിച്ചു. ആ, വാങ്ങിച്ചു. അത് വിറ്റ് നിങ്ങൾ കാപ്പി തിന്നില്ലേ? ആ, തിന്നു. ഇടോ, നാണമില്ലാതെ കൊച്ചുപട്ടി തിന്നുന്ന പോലെ തിന്നടോ. ഞണ്ണി ഞണ്ണി ഞണ്ണി. എടോ, ഇത് മര്യാദയല്ല, മര്യാദ. ദരിദ്രവാസി. അല്ലേ, ഈ പറഞ്ഞതൊക്കെ നേരാണോ? നിങ്ങൾ ആ പാവത്തിന്റെ കൊട വാങ്ങിച്ചു വിറ്റോ? പിന്നെ വെറുതെ ആണ് ആൾ ഇത്രയും നേരം ഇവിടെ സംസാരിച്ചോണ്ട് നിന്നത്. എന്നിട്ട് ആ കാശന്തിയെ? അത് അന്നേ തീർന്നില്ലയോ കാർത്തി? ഓ, പട ഒറ്റയ്ക്ക് അങ്ങ് വിഴുങ്ങി. നാളാണ് ഇവിടെ തരാമായിരുന്നല്ലോ കാല. മോളെ, കുറച്ച് രൂപയെങ്കിലും കൊടുത്താ ആ കമ്മത്തി ഒന്ന് അടക്കി നിർത്താമായിരുന്നു. എന്താണ് അച്ഛാ അതിനൊരു വഴി? മോളൊരു കാര്യം ചെയ്യും. നമ്മുടെ ശേഖരൻ മാഷെടുത്ത് കുറച്ച് പണം കടം ചോദിക്കാമോ? അച്ഛാ, എന്താണ് ഈ പറയുന്നത്? മോളെ, മാസ്റ്ററോട് ചോദിക്കാനോ? വഴിനീളം നടന്ന് തെണ്ടേണ്ടി വന്നാലും ഞാൻ ചോദിക്കില്ല അച്ഛാ. മോക്ക് അതിൽ വിഷമം ഉണ്ടാകുമെന്ന് അച്ഛൻ കരുതിയില്ല മോളെ. ചോദിക്കാ തന്നാലും നമുക്കത് വാങ്ങിക്കാൻ കൊള്ളാമോ അച്ഛാ? ശരിയാണ് മോളെ, ശരിയാണ്. ഗതികേട് കൊണ്ട് അച്ഛൻ തോന്നിപ്പോയതാണ്. നീ അത് മറന്നേക്ക്. പ്രഭാകര, എന്തായാലും മോനെ, അങ്ങനെ കണ്ടോ? കണ്ടു. എന്നിട്ട് അവിടെ ഇപ്പൊ ജോലി ഇല്ല എന്ന് പറഞ്ഞു. നിന്നെ മനസ്സിലായില്ലായിരിക്കും. മനസ്സിലായി, അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. നിനക്ക് കുറച്ച് കെഞ്ചി പറഞ്ഞു നോക്കാൻ പാടില്ലായിരുന്ന? അച്ഛൻ എന്താണ് ഈ പറയുന്നത്? ഞാൻ അവിടെ കാലുവരെ പിടിച്ച് പറഞ്ഞു നോക്കി. എന്താ? അപ്പോ ഇത്രയൊക്കെ ഉള്ളൂ ബന്ധവും നന്ദിയും ഒക്കെ. മോനെ, അവൻ എന്റെ എളിയിരുന്ന് വളർന്നവനാണ്. അതിനയാൾ ഒരു ഉപദേശവും തന്നു. ജോലി ഇല്ലാത്തവനെല്ലാം പോയി മോഷ്ടിക്കാൻ. മോഷ്ടിക്കാനോ? എന്റെ മകനോട് അവൻ അങ്ങനെ പറഞ്ഞു. ഏതായാലും ഈ തൊഴിൽ ഞാൻ നിർത്തുകയാണ്. സർട്ടിഫിക്കറ്റും കൊണ്ട് നടന്നുള്ള ഈ തെണ്ട്. മോനെ, നിനക്കെന്താ പ്രാന്തണ്ട പ്രഭാകര? ഇതും കൊണ്ട് നടന്ന് ഞാൻ എന്തെല്ലാം കേൾക്കണം? നമ്മളെപ്പോലുള്ളവർ അവമാനിക്കുന്ന പലർക്കും ഒരു രസമാണ്. നമ്മളത് കേട്ടില്ലെന്ന് വെച്ചോളാം. എങ്കിലും എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല മോളെ, സഹിക്കാൻ കഴിയുന്നില്ല. നടേ ഇത് കൊച്ചു പെമ്പിള്ളേരെ നോക്കുന്ന പോലെ. ആരാണിത്? നമ്മുടെ ജോലിയല്ലേ ഇത്? ഞാൻ തന്നെടേ. നീ ഇതുവരെ എവിടെ ആയിരുന്നു? എടാ, ആമ്പിള്ളേര് പുറത്തൊക്കെ പോകും. നിന്നെ പോലെ ചീട്ടുകളിയും പുസ്തകമാനായിട്ട് കഴിഞ്ഞാൽ മതി. എടാ, പുറത്ത് പോയി ജോലി ചെയ്ത് ജീവിക്കണം. ജോണി, ഇരിക്കും. നീ തന്നെ ആടാ ഇപ്പോഴത്തെ സെക്രട്ടറി? റാസ്കൽ, ഒരു ആപ്പിൽ സൂക്ഷിച്ചിരിക്കുന്ന രീതി. അല്ല, ജോണി എപ്പോൾ വന്നു? ഞാൻ ഇന്നലെ വന്നേ ഉള്ളിയാ. 4 ദിവസം അവധിയേ ഉള്ളു. വലിക്കണ എല്ലാരും. കുറച്ച് ആളുകൊണ്ട് നിന്റെ ഒരു വിവരവും ഇല്ലാതെ ഞങ്ങൾ അങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു. സാറൊന്ന് വിളിയടേ. ഒന്ന് പോടാ അവിടുന്ന്. നീ ഇന്നലെ വരെ ഈ ബെഞ്ചിൽ കിടന്നുറങ്ങിയവനല്ലേ? അവഹേളിക്കാവരാ സെക്രട്ടറി. ഹേ ജോണി, പ്രഭാകരൻ, നിന്നെ എവിടെയെല്ലാം തിരക്കി നടന്നാവേ? നീ എവിടെയായിരുന്നു? ഞാൻ ഇപ്പൊ മദ്രാസിലാണ്ടാവേ. എന്താണ് ജോലി? ഒരു വലിയ കമ്പനിയുടെ മാനേജറാണ്. ജോണി, ഞങ്ങളെ കൂടി ഒന്ന്. നീ സെക്രട്ടറി ആയിട്ട് ജനിച്ചവനാടാ. അങ്ങനെ തന്നെ ജീവിക്കാൻ വേണം. നാളെ കാണാം. ജോഡി, ഇത്ര ധൃതി എന്ത്? എടാ, ധൃതിയുണ്ട്. നിന്നെ പോലെ കറങ്ങി നടന്നാൽ മതിയാവും. ധാരാളം ജോലി ഇരിക്കുന്നത്. സാർ നാളെ വരാം. ചെറിയോ? നാടാ പ്രഭാകരൻ. അവൻ രക്ഷപ്പെട്ടു. ഭാഗ്യവാൻ. നമുക്കും വരുവടേ നല്ല കാലം.
ആ ഡ്രസ്സിന് തന്നെ ഒരു കുറഞ്ഞ 300 രൂപ വില വരും. ഓരെങ്കിലും ഉള്ളൂ, ഒരു 500 രൂപയെങ്കിലും വരും. രാത്രിയും പകൽ ഈ തിണ്ണയിൽ കിടന്ന് ഉറങ്ങിയവനാ. ഏതായാലും പ്രഭാകരന്റെ കഷ്ടകാലം മാറിയെന്ന് തോന്നുന്നു. ജോണി പോകുമ്പോൾ അവനെ കൊണ്ടുപോകുമോ? കൊണ്ടുപോകുന്നതിനൊന്നുമില്ല, പക്ഷെ അതല്ല നല്ലത്. നീ കുറച്ച് ദിവസം കൂടി ഇവിടെ നിൽക്ക്. ഞാൻ അവിടെ ചെന്നൊരു ജോലിയൊക്കെ ശരിപ്പെടുത്തിയിട്ട് നിനക്ക് എഴുതാം. അതിനുശേഷം വന്നാ മതി. നീ ചെന്നാൽ ഉടനെ അത് ചെയ്യണം. ഇല്ലെങ്കിൽ നിന്റെ കത്ത് വായിക്കാൻ ഞാൻ ഉണ്ടാവില്ല. ജോണി, ഞാനിപ്പോ തീയിലാണ് നിൽക്കുന്നത്. ഈയിടെയായി ആത്മഹത്യയെപ്പറ്റി മാത്രമേ എനിക്ക് ചിന്തയുള്ളൂ. പക്ഷേ എന്നെ പിടിച്ചു നിർത്തുന്ന ചിലർ ഈ ലോകത്തിലുണ്ടായിപ്പോയി. മഠയ, നമ്മൾ ആത്മഹത്യ ചെയ്യുന്നത് കൊണ്ട് നമ്മളെ ജീവിക്കാൻ അനുവദിക്കാത്ത ഈ ലോകം ഭയപ്പെടാൻ പോകുന്നില്ല. നമ്മൾ ജീവിച്ചിരിക്കണം. അർഹിക്കുന്നത് മുഴുവൻ പിടിച്ചടക്കുവാൻ വേണ്ടി നമ്മൾ ജീവിച്ചിരിക്കണം. അതൊരു വെല്ലുവിളിയാണ് പ്രഭാകര. ജോണി, നിന്റെ വാക്കുകളാണ് എന്നെ ഏറ്റവും അധികം ആശ്വസിപ്പിക്കുന്നത്. ഒത്തിരി നാളുകളായി ഞാൻ മനസ്സമാധാനത്തോടെ ഒന്ന് ഉറങ്ങിയിട്ട്. ഭയപ്പെടാതെ പ്രഭാകര, എല്ലാം ശരിപ്പെടുവന്നേ. ജോണി, ഞാൻ വീട് വരെ ഒന്ന് ചെല്ലട്ടെ. നാളെ കാണാം. ശരി. റൈറ്റ്. പാവം, അവൻ എന്തറിഞ്ഞു? ഇതോ വരവ് കണ്ടോ? തലയും ചീയും എനിക്ക് പാന്റും തല്ലിക്കറ്റിക്കൊണ്ട് നടക്കുവാ. തനിക്ക് എന്താണ് ഇത്ര അസൂയ? ഇത് അസൂയല്ലെന്ന്. തനിക്ക് സഹോദരിമാരുണ്ട്. സഹോദരിമാരുണ്ടായാൽ മാത്രം പോരാ, കാണാൻ ചന്തമുള്ളവരും കൂടി ആയിരിക്കണം. പാവപ്പെട്ട വല്ല സാറന്മാരും ഉദ്യോഗത്തിന് വന്നാൽ അവരെ കറക്കി എടുക്കാൻ കഴിവുള്ളവരുമായിരിക്കണം. അങ്ങനെയായാൽ പിന്നെ ആങ്ങളമാർക്ക് സുഖം, കാശിന് കാശ്, സുഖം. ജോലി എന്തിനാ? ജോലി എന്തിനാ? അവന്റെ കാര്യം നീ എന്താണ് പറഞ്ഞത്? എന്റെ പെങ്ങളെ പറ്റി ഇനി എന്തെങ്കിലും പറഞ്ഞാൽ നിന്നെയെല്ലാം ഞാൻ അരിഞ്ഞു കളി. മാനമില്ലാത്ത ഏർപ്പാടുകൾ ഓർമ്മയിരിക്കുന്നു. അഭിമാനത്തോട് ജീവിക്കുന്നതാണോ ഞങ്ങൾ? പാവപ്പെട്ട വല്ല സാറന്മാരും ഉദ്യോഗത്തിന് വന്നാൽ അവരെ കറക്കി എടുക്കാൻ കഴിവുള്ളവരുമായിരിക്കണം. അങ്ങനെയായാൽ പിന്നെ ആങ്ങളമാർക്ക് സുഖം. വെറുതെ ഉള്ള നുണയൊക്കെ പറയുകയാണ്. അമ്മ അതൊന്നും ചോദിക്കില്ലെന്ന് എനിക്കറിയാമല്ലോ. അപ്പൊ ഞാൻ പറയുന്ന നുണയായി എങ്കിൽ അമ്മയോട് പോയി ചോദിക്കും. ആ, ഒരിക്കലും ഞാൻ ചോദിക്കും. അന്നീ മാനെ കാണണം കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നൊന്നും വിശ്വാസമില്ല അല്ലേ? വീട്ടിൽ പോയിരുന്ന് കുറെ നുണയൊക്കെ ആലോചിച്ചുകൊണ്ട് വന്നിരിക്കുകയാണല്ലേ? എനിക്ക് പറ്റിയൊരു ആപത്ത് എന്നെ അവിശ്വസിച്ചാലുണ്ടല്ലോ, ചെവി ഞാൻ പൊന്നായി കളി. ഓഹോ, പൊന്നായിക്കോ. എന്താ, എനിക്ക് പേടിയാണ്.